പ്രൈസ് ലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ കൃപാസനം ഗോസ്ബൽ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് ദൈവത്താൽ മനസ്സിലാക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണാനും ദൈവനാമത്തിൽ നിങ്ങളെ അപേക്ഷിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഇത് കാണുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിലുള്ള നിങ്ങളുടെ സപ്പോർട്ടുകൾക്കെല്ലാം ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ഒരു വേദവാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-8 വാക്യമാണ്. നീ മിസ്രമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. 80-ാം സങ്കീർത്തനം ആസാബിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാബ് പഴയ നിയമ കാലഘട്ടത്തിൽ യെരുശലേം ദേവാലയത്തിൽ നല്ലൊരു ഗായകനായിരുന്ന ഒരു ദൈവഭക്തനാണ്. ഈ 80-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആരംഭത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഈ സങ്കീർത്തന ഭാഗം പിന്നെ ചില രക്ഷയ്ക്ക് വേണ്ടിയും യഥാസ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണത്തക്കവണ്ണം ഒരു വിടുതൽ തരണമേ എന്നൊക്കെ ദൈവത്തോട് അപേക്ഷിച്ച് അതുപോലെ തന്നെ പാട്ടിലൂടെ അദ്ദേഹം ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരംഭവചനം എങ്ങനെയാണ്? ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. അദ്ദേഹം ദൈവത്തെ സംബോധന ചെയ്യുന്നത് ഹല്ലേലൂയ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായ ഇസ്രയേലിൻ്റെ ഇടയനായുള്ളവേ എന്ന് ദൈവത്തെ സംബോധന ചെയ്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയാ, ചെവിക്കൊള്ളണമേ, കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീം ബെന്യാമീനും മനശ്ശെയും കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരണം. അത് ആരെ കാണുക തക്കവണ്ണം? എഫ്രയീം അതുപോലെ തന്നെ ബെന്യാമീനും മനശ്ശെയും കാണത്തക്കവണ്ണം. ഇസ്രായേൽ ജനത്തിൽ ഉൾപ്പെട്ടവരാണ്. നമുക്കറിയാം 3 ഗോത്രങ്ങൾ. പക്ഷെ ആസാബ് പറയണം, അവർ കാണത്തക്കവണ്ണം നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വരണമെന്ന്. അഥവാ ചിലരെ കാണത്തക്കവണ്ണം, ചിലപ്പോൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ കാണത്തക്കവണ്ണം, കുടുംബക്കാർ കാണത്തക്കവണ്ണം, ഹല്ലേലൂയ, ഒരുമിച്ച് ആരാധിക്കുന്നവർ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവർ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ നിൽക്കുന്നവർ കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയക്കുന്നവർ. നമുക്ക് നമ്മുടെ ദാവീദിനോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. സഹോദരങ്ങളുടെ മധ്യേ വെച്ച് അവനെ അഭിഷേകം ചെയ്ത ദൈവം. അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതുപോലെ ആസാബ് പറയുകയാണ്, എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ശൈലങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നപ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ എത്രത്തോളം കോപിക്കും? അഥവാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ കോപിക്കുന്ന ദൈവമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി തരുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പാപം, നമ്മുടെ ജീവിതത്തിലെ അനുസരണക്കേട് ഹല്ലേലൂയ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി വരും. മനസ്സിലാക്കാൻ കഴിയുന്നത് 5-ാമത്തെ വചനം,
നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീര് അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കഷ്ടതകളെ ഹല്ലേലൂയ അദ്ദേഹം വിവരിക്കുകയാണ്. കണ്ണുനീരിൻ്റെ അപ്പം, കണ്ണുനീരിൻ്റെ ഹല്ലേലൂയ വെള്ളം അവർക്ക് കുടിപ്പാൻ കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തോട് അദ്ദേഹം ആ പാട്ടിലൂടെ അവസ്ഥകൾ വിവരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഹല്ലേലൂയ 6-ാമത്തെ വാക്യം, നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കായി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അയൽക്കാർക്ക് ഞങ്ങളൊരു വഴക്കായി മാറിയിരിക്കുന്നു. ദൈവത്തോട് പറഞ്ഞു, അത് നീ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആക്കിയെന്നാണ്. ദൈവം ഇങ്ങനെ ആക്കിയതെന്നോ ഹല്ലേലൂയ. മാത്രമല്ല, ശത്രുക്കൾ തമ്മിൽ ഹല്ലേലൂയ പറഞ്ഞ് പരിഹസിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില അവസ്ഥകൾ വരുമ്പോൾ മറ്റുള്ളവരും പറഞ്ഞ് പരിഹസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അയൽവാസികളുമായിട്ട് വഴക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം അദ്ദേഹം ഓർത്ത് ദൈവത്തോട് പാട്ടിലൂടെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശൈലങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവത്തോട് പറയുകയാണ്, ഹല്ലേലൂയ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. മാത്രമല്ല ഹല്ലേലൂയ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന ദൈവത്തോട് അപേക്ഷിക്കുന്നത് കാണാൻ കഴിയും. ഈ പാട്ടിലൂടെ അവസ്ഥകൾ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ തങ്ങൾ കടന്നു പോകുന്ന വേദനകൾ പങ്കുവയ്ക്കുന്നു. നിന്ദകളും പരിഹാസങ്ങളും ഉണ്ടാകുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയേ, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ പർവ്വതങ്ങൾ മൂടിയിരിക്കുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. ഈ 8 മുതലുള്ള വചനങ്ങൾ ഹല്ലേലൂയ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അഥവാ ജോസഫിൻ്റെ ഓടുള്ള ബന്ധത്തിൽ പറയുകയാണ്, മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് തന്നെ നട്ടുന്നു. അങ്ങനെ തന്നെയാണ് കർത്താവ് മോശയുടെയും യോശുവയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നു. യോശുവയുടെ നേതൃത്വത്തിൽ അവസാനം ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അവരെ നട്ടതാണ്. പറഞ്ഞ ഇവർ വന്ന് പാർത്ത ഇടത്തിൽ അനേക 7 ജാതികൾ തിങ്ങിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ അങ്ങനെ വ്യക്തമാക്കും. പലരെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഈ 12 ഗോത്രങ്ങളെ ഹല്ലേലൂയ അവിടെ അവർക്ക് ദേശം വിഭാഗിച്ച് യോശുവയിൽ ഇവിടെ കൊടുക്കുക. അങ്ങനെ നടുക മാത്രമല്ല, ആസാവ് പറയുന്ന, ദൈവമേ നീയാണ് ഞങ്ങളെ നട്ടത്, അത് ഒരു മുന്തിരിവള്ളിയെ പോലെ ആണ് കൊണ്ടുവന്ന് ഞങ്ങളെ നട്ടത്. ദൈവം അതിനെ തടമെല്ലാം എടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ദേശത്ത് പടർന്നു, അത് വേരൂന്നി ഹല്ലേലൂയ ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ പർവ്വതങ്ങൾ മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വളർച്ച അതിനുണ്ടായി ഇസ്രായേലിന്. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ഇരിക്കുന്നു. അത് കൊമ്പുകളെന്ന് സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇസ്രായേലിന് ദൈവം അന്ന് ദേശം വിഭാഗിച്ചു കൊടുത്തത് ഒരു എൻ്റെ ഹല്ലേലൂയ സമുദ്രമാണ്. മറുഭാഗം കാണിക്കുക ഹല്ലേലൂയ അവരുടെ ആ ഭൂമിയുടെ എന്തെന്ന് പറയുന്നത് നദിയോടുള്ള ബന്ധത്തിൽ. ഒരു നദിക്കും സമുദ്രത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം അവകാശമാക്കി കൊടുത്തത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്ന 12-ാമത്തെ വാക്യത്തിൽ, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? പാട്ടിലൂടെ അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവമേ ഇത്രയും നല്ല വിധത്തിൽ ഒരു വിശാലതയും ഉയർച്ചയും ഫലവത്തായ അനുഭവത്തിലേക്ക് വന്നെത്തിച്ചേർന്നു. പക്ഷേ ഇപ്പോൾ
വഴിപോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ന്. ആസാബിന് മനസ്സിലായിരിക്കുന്ന ഒരു ആഴമേറിയ സത്യമാണ്, ദൈവം ഇപ്പം ഞങ്ങളുടെ വേലിയെ പൊളിച്ചിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം പഠിക്കും മനസ്സിലാക്കാൻ കഴിയും. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുക, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ എങ്ങും ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുക, എൻ്റെ ദാസനായ ഇയ്യോൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കിലും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നും വേറെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു ഭൂമിയിൽ. അപ്പോഴാണ് സാത്താൻ പറയുന്ന ഭാഗം, ഹല്ലേലൂയ, നീ അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുകയല്ലേ. ഹല്ലേലൂയ. സാത്താന് അറിയാം ഒരു ദൈവവൈതന് ദൈവം സംരക്ഷണം ഒരുക്കും. ദൈവിക സംരക്ഷണം ഒരു ദൈവവൈതനുണ്ട് നിശ്ചയമായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ ദൈവിക സംരക്ഷണം ഒരു ദൈവവൈതനുണ്ട്. മാത്രമല്ല ഇവിടെ ആസാബ് പറയുന്നു, ഇതിന് വേലി കെട്ടിയതാ, പക്ഷേ ഇപ്പോൾ നീ അതിൻ്റെ വേലിയെ പൊളിച്ചു കളഞ്ഞതെന്താ? ദൈവത്തോട് ദൈവമേ, ഇതിൻ്റെ വേലി എന്തിനെ പൊളിച്ചത്? ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തോട് അദ്ദേഹം ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യെശയ്യാവ് ഒരു പാട്ട് പാടുന്നു. യെശയ്യാവ് ഒരു പാട്ട് പാടി ഇതിന് മറുപടി അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗത്തിൽ ആസാബ് ഒരു പാട്ട് പാടി ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യെശയ്യാവ് ഒരു ഗാനം പാടി അതിലൂടെ ഹല്ലേലൂയ മറുപടി, ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പുറക്കിക്കളഞ്ഞു. അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരവും പണിതു, ഒരു ചക്കു വിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. യെശയ്യാവ് പാടുകയാണ്, എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നതാണ്. യഹൂദന്മാരെ ഹല്ലേലൂയ, ആ 12 ഗോത്രങ്ങളെ ദൈവം ഏറ്റവും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിൽ തന്നെയാണ് കൊണ്ട് അവരെ ഹല്ലേലൂയ പാർപ്പിച്ചത്. ഏറ്റവും ഫലവത്തായത്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയാണ് ഇസ്രായേൽ ദേശം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ദൈവം അതിന് വേലി കെട്ടി നല്ല ഹല്ലേലൂയ തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, അതിലെ കല്ലുകളൊക്കെ പുറക്കിക്കളഞ്ഞു. മാത്രമല്ല നല്ല വക മുന്തിരിവള്ളിയെ കൊണ്ട് നട്ടത്. ദൈവം നട്ടത് ഇസ്രായേലിന് നല്ലതായിട്ട്, നല്ല വക മുന്തിരിവള്ളിയായിട്ട്. പക്ഷേ ഹല്ലേലൂയ അതിലെ കല്ലൊക്കെ പുറക്കിക്കളഞ്ഞു, ചക്കവും ഇട്ട് ഹല്ലേലൂയ ഗോപുരമൊക്കെ പണിത് കാത്തിരുന്നപ്പോൾ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നോ, കായ്ച്ചതോ അത് കാട്ടുമുന്തിരിങ്ങയാണ്. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിന് വചനം പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ, ദൈവം പറയുന്നത് ഹല്ലേലൂയ, ഞാൻ ഇതൊക്കെയും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തു. ഞാൻ ഈ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിന് എന്താണ് ചെയ്യാനുള്ളത്? ഹല്ലേലൂയ. ഈ സന്ദർഭത്തിൽ പറയട്ടെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പലരെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം തൻ്റെ സന്നിധിയിൽ നട്ടതാണ്. ഹല്ലേലൂയ. ദൈവസഭയാകും തോട്ടത്തിനകത്ത് നട്ടതാണ്. പക്ഷേ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവം പ്രതീക്ഷിച്ച ഫലം പലപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞില്ല. ദൈവം നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. ഹല്ലേലൂയ. നല്ല മുന്തിരിങ്ങ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം അതിലെങ്ങനെ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 9:12-13 വചനങ്ങൾ. വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ചു, വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. ഇവിടെ ചില വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് വന്ന് പറയുകയാണ്,
നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതാണല്ലോ. ഹല്ലേലൂയ. പലരും ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഉദ്ദേശിച്ചത് നമ്മുടെ ആ വാക്കുകൾ നിയമസഭയിൽ ഉച്ചരിക്കാൻ, ഉണർത്തിക്കാൻ ചില MLA-മാരൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ചർച്ചകൾ നടന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്ന വാക്യം കണ്ടോ, പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ചു, വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കാൻ പോകണമെങ്കിൽ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, എന്നിൽ ഒരു രസമുണ്ട്, ഞാൻ അതിനെ വിട്ടുകളയേണ്ടി വരും. എന്താണ് രസത്തിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയ, അത് ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നതാണ്. ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന രസത്തെ വിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകുമോ, ഹല്ലേലൂയ, എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദൈവനാമത്തിൽ പറയട്ടെ, ഹല്ലേലൂയ. ചില മേഖലകളിൽ ഇവിടുത്തെ വചനഭാഷയിൽ പറഞ്ഞ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മേലുള്ള ആത്മീയ രസം നഷ്ടപ്പെടും. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, മനുഷ്യനെയും ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ആ രസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഹല്ലേലൂയ മറ്റൊരു വിധത്തിലേക്ക് ആ രസം നഷ്ടപ്പെട്ടവരായി, ഒന്നുകൂടി പറഞ്ഞ ഉപ്പ് കാരമില്ലാതെ ആയിപ്പോയ എന്തോന്നുകൊണ്ട് അതിനെ രസം വരുത്താൻ കഴിയും? ഹല്ലേലൂയ, പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുകയല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. യേശു അപ്പച്ചൻ പറഞ്ഞു, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രസം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അത് പോയാൽ അതുകൊണ്ട് ഒരു ഫലമില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന രസം നഷ്ടപ്പെട്ടു. ദൈവം ഉദ്ദേശിച്ചതാ, ഹല്ലേലൂയ, നാം ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടോ, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെടുത്ത് പഠിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് ഹല്ലേലൂയ ചവിട്ടി മെതിക്കപ്പെടും. മാത്രമല്ല ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. ഹല്ലേലൂയ. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്ക്കരുതെന്ന് ഹല്ലേലൂയ ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. മനസ്സിലാക്കണം, അവിടെ യെശയ്യാവ് 5:5-6 വചനങ്ങളെ കാണുന്നത് ദൈവം അതിൻ്റെ വേലി പൊളിച്ചു കളയുന്നു. പൊളിച്ചു കളയുമ്പോൾ ഹല്ലേലൂയ തിരുവെടുത്ത് പഠിപ്പിക്കുന്നുണ്ടോ, അത് ചവിട്ടി മെതിച്ചു പോകും, അത് നശിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. എന്താ ആസാബ് ചോദിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വേലി പൊളിച്ചത്? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ യെശയ്യാവിലൂടെ ദൈവാത്മാവ് അറിയിച്ചോ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ പല ചോദ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നെന്ന് വരാം. ചിലതിനൊക്കെ ആ സന്ദർഭത്തിൽ മറുപടി കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ ദൈവത്തിൻ്റെ പക്കൽ മറുപടി ഉണ്ട്, മറുപടി ഇല്ലാത്തത് ഒന്നുമില്ല. തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ ആസാബിനുള്ള മറുപടി യെശയ്യാവ് ഒരു പാട്ടുരൂപേണ പാട്ടായിട്ട് പാടുകയാണ്. ഹല്ലേലൂയ. വേലി പൊളിച്ചു കളഞ്ഞത് ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് കൊണ്ട്. അദ്ദേഹം ചോദിക്കുക, യെശയ്യാവ് നമ്മുടെ ആസാബ് ചോദിക്കുന്ന ഹല്ലേലൂയ കാര്യം, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? 2, കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു. 3, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. ഈ മുന്തിരിത്തോട്ട ദൈവം കൊണ്ട് നട്ട മുന്തിരി, ഹല്ലേലൂയ, ദൈവം കൊണ്ട് നട്ട മുന്തിരിയെ 3 വിധത്തിലുള്ള പ്രതികൂലങ്ങളാണ് അതിനെതിരെ കടന്നു വരുന്നത്. ഒന്നാമത് ഹല്ലേലൂയ വഴിപോക്കുകാരൻ, രണ്ടാമത് ഹല്ലേലൂയ കാട്ടുപന്നി, മൂന്നാമത് ഹല്ലേലൂയ വയലിലെ മൃഗങ്ങൾ. മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഭാഗങ്ങൾ ഹല്ലേലൂയ. 1 ഹല്ലേലൂയ ഒരു വഴിപോക്കൻ, 2 പന്നി, അത് കാട്ടുപന്നി, 3 ഹല്ലേലൂയ വയലിലെ മൃഗങ്ങൾ. ഇത് 3ഉം മുന്തിരിക്കെതിരെ, ദൈവം നട്ട മുന്തിരി വള്ളിക്കെതിരെ കയറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ആസാബ് പാട്ടിലൂടെ ദൈവത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഹല്ലേലൂയ, ഇത് നല്ല ഫലം കായ്ച്ച മുന്തിരിവള്ളിയാണ്. പക്ഷെ ഇത് വഴിപോക്കുകാർ അതിനെ പറിപ്പാൻ തക്കവണ്ണം വേലി പൊളിച്ചു കളഞ്ഞത്.
ദൈവനാമത്തിൽ പറയട്ടെ, വഴിപോക്കുകാരെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ 1-2 വചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ന്റെ 6-ാമത്തെ വാക്യം, 5-6 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4 മുതൽ വായിച്ച മനസ്സിലാക്കാൻ കഴിയുന്നത്, ദാവീദിന്റെ അടുക്കൽ ഒരു വഴിപോക്കൻ വന്നു. നാഥാൻ പ്രവാചകൻ ഹല്ലേലൂയ ദാവീദിന്റെ അടുക്കൽ ഒരു കഥരൂപേണ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന കുറവിനെ വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതിങ്ങനെയാണ്. ഹല്ലേലൂയ നാഥാൻ പ്രവാചകൻ 2 ശമൂവേൽ 12-ന്റെ 4 മുതൽ എങ്ങനെ പറയുന്നു, ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിയാത്രകന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം മാടുകളിൽ നിന്നോ ഒന്നിനെ എടുപ്പാൻ മനസ്സില്ലാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ചു തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ, അവന് കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നാഥാൻ പ്രവാചകൻ ഒരു കഥാരൂപത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ ദാവീദ് അത് അറിയുന്നില്ല. തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള വിധിയാണ് നടത്തുന്നതെന്ന്. അതിന് നാഥാൻ പ്രവാചകൻ പറഞ്ഞ, ഒരു ദേശത്ത് ഒരു ധനവാനുമുണ്ട്, ദരിദ്രനുമുണ്ട്. ധനവാന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു വഴിയാത്രികൻ വന്നു. വഴിയാത്രികൻ വന്നപ്പോൾ വഴിയാത്രികന് വേണ്ടി പാചകം ചെയ്ത് കൊടുക്കാൻ തൻ്റെ ആടുകൾ ഒന്നിനെ പിടിക്കാതെ, ഒരു ദരിദ്രന് ഒരു ആടുണ്ടായിരുന്നു, ആ ഒരു ആടിനെ പിടിച്ച് അവൻ പാകം ചെയ്ത് കൊടുത്തു വന്നു. അപ്പോൾ ധനവാന് 3 ആടുകളുണ്ടായിരുന്നിട്ട് അവന് അതിലൊന്നിനെ പിടിക്കാതെ ദരിദ്രൻ്റെ ഒരു ആടിനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ദാവീദിന് അങ്ങ് കോപം വന്നു. ദൈവനാമത്തിൽ പറയട്ടെ, മറ്റു ഭാഗങ്ങൾ അവിടെ വിടുന്നു. അവിടെ വന്നത് നമുക്കറിയാം, നാഥാൻ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത് ഒരു വഴിപോക്കം വന്നല്ല. ഇവിടെ ആസാബ് ചോദിക്കുന്ന, വഴി പോകുന്നവര് പറിപ്പാൻ തക്കവണ്ണം നീ വേലി പൊളിച്ചു കളഞ്ഞതെന്ത്? ദൈവമക്കളെ, നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വഴിപോക്കൽ കയറി വന്നു. വഴിപോക്കൽ എന്ന് പറഞ്ഞ് വഴിയോടി അങ്ങ് പോകുന്നവനാ. പക്ഷെ നമ്മളിൽ കയറാൻ അനുവാദം കൊടുക്കാൻ പാടില്ല. നമ്മളിൽ കയറുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേലി പൊളിഞ്ഞു പോയി. വേലി പൊളിയുമ്പോഴാണ് ആസാബ് പറയുന്നത് വഴി പോകുന്നവർ ഫലത്തെ പറിക്കുന്നത്. ശ്രദ്ധിക്കണം, ദാവീദിന്റെ ജീവിതത്തിൽ നിലനിന്ന ഒരു വിശുദ്ധിയുടെ ഫലമുണ്ട്. വിശുദ്ധി എന്ന ഫലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു, ആത്മാവിന്റെ നിറമുണ്ടായിരുന്നു. അദ്ദേഹം ഈ വഴിപോക്കൽ കയറി വന്നപ്പോൾ, വഴിപോക്കനെ സ്ഥാനം കൊടുത്തപ്പോൾ, അവര് ചിലത് പാകം ചെയ്ത് കൊടുത്തപ്പോൾ തൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം 51 സങ്കീർത്തനം ഇങ്ങനെ വിളിച്ചു കരുതി, യഹോവേ ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. വഴിപോക്കൻ അവസരം കൊടുക്കരുത്. അവിടെ വന്ന പാപമാണ്, പാപത്തിന്റെ ശക്തിയെ വഴിപോക്കനായിട്ട് വന്നത്. ഹല്ലേലൂയ, മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവന്റെ അർത്ഥം ഹല്ലേലൂയ, നമ്മുടെ ദാവീദിന്റെ വേലി പൊളിഞ്ഞുപോയി. പൊളിയാൻ കാരണം എന്താ? വഴിപോക്കൻ അകത്ത് കയറാൻ കാരണം എന്താ? ഹല്ലേലൂയ. അകത്ത് കയറിയെങ്കിൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ, ദാവീദിന്റെ ജീവിതത്തിൽ വേലി പൊളിഞ്ഞുപോയി. വേലി പൊളിയാൻ കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. അടുത്ത് പറയുന്നു, മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു.
ഇവിടെ ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവിൻ്റെ ദാസനായ യാക്കോബ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്താലല്ല. അവിടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം ദോഷങ്ങളല്ല എന്ത് ചെയ്യുന്നില്ല, പരീക്ഷിക്കുന്നില്ല. 13-ാമത്തെ വാക്യം, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ദാവീദിൻ്റെ ജീവിതത്തിൽ വേലി പൊളിയാൻ കാരണം ദുർമോഹമാണ്. ആ കൊരിന്ത്യയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു 10 അവർ മോഹിച്ചതുപോലെ നിങ്ങളും ദുർമോഹികളാകരുത്. അവർ മോഹിച്ചതുപോലെ നിങ്ങളും ദുർമോഹികളാകരുതെന്ന് 1 കൊരിന്ത്യർ 10 അറിയിക്കുന്നു. അതുകൊണ്ട് വാഴ്ത്തത്ത നാട്ടിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് കണ്ടോ, പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലാണ്. സ്വന്തം മോഹം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ഉള്ളിൽ വന്ന ജഡമോഹമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ജഡമോഹം അടുത്ത വചനം പഠിപ്പിക്കുന്നത് കണ്ടോ, സ്വന്തം മോഹത്താൽ ആകർഷിച്ചു. നമ്മളെ വേറെ ആരും ആകർഷിക്കുന്നതല്ല, പിന്നെയോ നിന്റെ ഉള്ളിൽ ജഡമോഹം വരുമ്പോൾ ആ മോഹം തന്നെ നിന്നെ ചിലതിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും. ജഡത്തിൻ്റെ പ്രവൃത്തിയിലേക്ക്, ജഡത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ചിലർക്ക് ചില സ്ഥാനങ്ങളിലേക്ക്, ചിലർക്ക് ചില സ്ത്രീ വിഷയങ്ങളിലേക്ക്, പുരുഷ വിഷയങ്ങളിലേക്ക്, ചിലരെ ചില സാമ്പത്തിക വിഷയങ്ങളിലേക്ക്, ചിലരെ മറ്റ് ഏതെങ്കിലും ആ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടേ പോകും. അതിന് ആദ്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ചില ദുർമോഹമാണ്. നമ്മുടെ ദുർമോഹത്തെ വിട്ടുകളഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ വശീകരിക്കും. അവിടെ പറയുന്നത് കൊണ്ടോ സ്വന്തം മോഹത്തിൽ ആകർഷിക്കുവന്ന. അങ്ങനെങ്കിൽ ദാവീദിന്റെ ഉള്ളിൽ വന്ന മോഹം പാപത്തിലേക്ക് അത് അദ്ദേഹത്തെ ആകർഷിക്കുക മാത്രമല്ല, ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ്. ഇനി ഒരാൾ വന്ന് വശീകരിച്ചല്ല, ഈ ദുർമോഹം തന്നെ, ഈ ജഡമോഹം തന്നെ അദ്ദേഹത്തെ വശീകരിച്ചു കൊണ്ടുപോയി. വശീകരിച്ച് ആ വശീകരണത്തിനകത്ത് അദ്ദേഹം പെട്ടുപോയ കാരണത്താൽ അദ്ദേഹത്തിന്റെ വേലി പൊളിഞ്ഞപ്പോ പാപം വചനം പറയുക, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച. ഇതിനാൽ തിരുവെടുത്ത് പഠിപ്പിക്കുന്ന ഭാഗം ആ ഫലം നഷ്ടപ്പെട്ടുപോയി. വഴിപോക്കുകാർ, അഥവാ നമ്മുടെ ആസാബ് പറഞ്ഞത്, വഴി പോകുന്നവരെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞതെന്താ? അഥവാ ദാവീദിന്റെ വേലി പൊളിഞ്ഞ് തന്നിൽ അതുവരെ ഉണ്ടായിരുന്ന ആത്മീയ ഫലം, നല്ല സ്വഭാവം, ഇതെല്ലാം പറിക്കപ്പെട്ടു, എടുത്തുകൊണ്ട് പോകപ്പെട്ട ആരാ? വഴിപോക്കൽ. നമ്മുടെ ജീവിതത്തിൽ ആ വഴിപോക്കന്മാർക്ക് സ്ഥാനം കൊടുക്കരുത്, പാപത്തിന് സ്ഥാനം കൊടുക്കരുത്. വചനം റോമർക്കെഴുതിയ ലേഖനം 14:13 പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന. ജഡത്തിനായുള്ള ചിന്തയാണ് മോഹത്തിലേക്ക് എത്തുന്നത്. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാപം മുഴുത്തിട്ട് അത് മരണത്തിലേക്ക് ചെല്ലുന്ന. അതുകൊണ്ട് തീരത്തില്ല. അടുത്ത് മനസ്സിലാക്കാൻ കഴിയും, ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിത്യ നരകത്തിലേക്ക് പോകാൻ ഈ സന്ദർഭത്തിൽ ഈ പാപ വഴികള് അഥവാ വഴിപോക്കല് ജീവിതത്തിൽ ഇടം കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുക, ചില ദുർമോഹങ്ങൾ വിട്ടുകളയുക. അങ്ങനെയെങ്കിൽ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്, ആസാബ് ചോദിക്കുന്നത്, വഴി പോകുന്നവര് പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചതെന്ന്. അഥവാ
ചില മോഹം വെളിപ്പെട്ട് വന്ന് ദാവീദിന്റെ ജീവിതത്തിൽ വേലി പൊളിഞ്ഞുപോയി. അതിനാൽ അദ്ദേഹം പാപത്തിലേക്ക് തള്ളിയിടപ്പെട്ടു. ഈ ദിവസങ്ങൾ നമ്മെ വശീകരിക്കുന്ന ചില ദുർമുഖങ്ങളുണ്ട്, നമ്മളെ ആകർഷിക്കുന്ന ചില മോഹങ്ങളുണ്ട്. അതിനോട് വിട പറയാൻ തയ്യാറായ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നാം പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ തലമുറകളെ വശീകരിക്കുന്ന ചില ദുർമോഹങ്ങൾ ഹൃദയത്തിനകത്ത് കയറി പലതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, ദൈവം നട്ടതിനെയാണ് ഒതുക്കിയത്, ദൈവം നട്ട മുന്തിരിവള്ളിയാണ് പറിച്ചത്, അതിൻ്റെ ഫലത്തെയാണ് വഴിപോക്കുകാർ പറിച്ചത്. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദാവീദിനെയാണ് ഒതുക്കിയത്. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ പറയട്ടെ, നമ്മുടെ വേലി പൊളിയാതിരിക്കാൻ നമ്മുടെ ദുർമോഹങ്ങൾ വിട്ടുകളയണം. അടുത്തു പറയുന്ന ഭാഗമാണ് കാട്ടുപന്നി അതിനെ മാന്തിക്കളഞ്ഞത്. കാട്ടുപന്നി നമുക്കറിയാം, പന്നി എത്ര കുളിപ്പിച്ചാലും അത് വീണ്ടും ചെളിയിലേക്ക് പോകത്തുള്ളൂ. അതിനെ പിന്മാറ്റത്തോടുള്ള ബന്ധത്തിലും ചിന്തിക്കാൻ കഴിയും. ഒരിക്കൽ വന്നോ യഥാസ്ഥാനപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞ് ക്രമീകരണമായി വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകും. വീണ്ടും ചില നാളുകൾ കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരും. അതിനുശേഷം പിന്നെയും പിന്മാറ്റത്തിലേക്ക്. ഇവിടെ പറയുന്നത് കാട്ടുപന്നിയാണ്, പന്നി എന്നല്ല, കാട്ടുപന്നി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ സർവശക്തനായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, യഹോവയാം ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. കണ്ടോ, എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അഥവാ ആ കാട്ടുജന്തുക്കളിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഈ പാമ്പെന്ന് പറയുന്നത്. അത് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കാട്ടിലുള്ള ജന്തുക്കളിൽ പെട്ട ഈ പാമ്പ് ഇപ്പോൾ ഇതാ തോട്ടത്തിനകത്തേക്ക് കയറി വരുന്നു. അവിടെ വരുമ്പോൾ ഹവ്വ എന്ന് പറയുന്ന ഹവ്വ അതിനകത്തുണ്ട്. നമുക്കറിയാം, ആ സന്ദർഭത്തിൽ അവിടെ ആദാം അവിടെ ഇല്ലായിരുന്നു. ഹവ്വ പിശാച് വശീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ആ സർപ്പത്തിലൂടെ പിശാച് ഹവ്വയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം പറഞ്ഞിട്ടുണ്ടോ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം തിന്നരുതെന്ന്, യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്? ശ്രദ്ധിക്കണമേ, ആ സഹോദരി പറഞ്ഞത്, അഥവാ ഹവ്വ പറഞ്ഞത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 4-ാമത്തെ വചനത്തിൽ പാമ്പ് സ്ത്രീയോട് അതിലെ 3-ാമത്തെ വചനത്തിൽ ഹവ്വ പറയുകയാണ്, എന്നാൽ നിങ്ങൾ മരിക്കയില്ലാതിരിക്കേണ്ട തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും വരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഹവ്വ പറയുന്നത് തിന്നരുതെന്ന് മാത്രമല്ല, അതിനെ തൊടുകയും അരുതെന്ന് പറഞ്ഞെന്ന്. അഥവാ തുടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവനാമത്തിൽ പറയട്ടെ, ദൈവം പറയാത്തതിനെ നമ്മൾ പറയരുത്. ദൈവം പറയാത്തതിനെ ദൈവത്തിൻ്റെ പേരിൽ പറയുമ്പോൾ അത് കള്ളത്തരമായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യം കള്ളം പറഞ്ഞത് ഹവ്വയാണ്. അവിടെയാണ് വീഴ്ച സംഭവിച്ചത്. നമ്മുടെ ദാവീദിന് ആ മോഹമാണ് അടുത്ത് പാപത്തിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ നമ്മുടെ ഹവ്വയെ തകർക്കുന്നത് ആദ്യം അവിടെ വായിൽ നിന്ന് പറഞ്ഞ കള്ളത്തരമാണ്. ദൈവം പറയാത്തതിന് ദൈവം പറഞ്ഞു വന്ന് പറഞ്ഞ അത് പറഞ്ഞപ്പോൾ സാത്താന് മനസ്സിലായി, ഇവളെ തകർക്കാൻ എനിക്ക് കഴിയും. അതിനുശേഷം സാത്താൻ അവളോട് പറഞ്ഞു, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നെന്ന് പറഞ്ഞു. ഉണ്ടോ? അടുത്ത് പറയുന്ന ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൽ കാമ്യം എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്ന് ഭർത്താവിന് കൊടുത്തു വന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഭാഗം ഒന്ന്, വഴിപോക്കുകാർ വന്ന് ഫലത്തെ നശിപ്പിക്കുന്നു, പറിച്ചുകൾ. 2, കാട്ടുപന്നി കയറി. കാട്ടുപന്നി കയറിയത്
വേലി പൊളിഞ്ഞത് കൊണ്ട്. ദൈവം നട്ട നല്ല വക മുന്തിരിവള്ളിയാണ്, പക്ഷേ അതിൽ ഫലം ആകാത്ത ഫലം കായ്ച്ചപ്പോൾ വേലി പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഇതാ കാട്ടുപന്നി കയറി വരുന്നു. ഇവിടെ നമ്മുടെ ഹവ്വയുടെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിപ്പാനുണ്ടായ കാരണം, അവന് തകർക്കാനുണ്ടായ കാരണം ദൈവം പറയാത്തത് പറഞ്ഞു വന്ന് പറഞ്ഞതാ. ഹല്ലേലൂയ. കള്ളം പറഞ്ഞതാ. അതിലൂടെ പിശാച് ഹല്ലേലൂയ തുടക്കമിട്ട് അവിടെ ജീവിതത്തെ തകർക്കുന്ന കാണാൻ കഴിയും. ഇവിടെ കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. മുന്തിരിവള്ളിയുടെ മൂട് കുത്തിമറിച്ച് കളയുന്നത് പോലെ, അതിൻ്റെ വേരുകൾ മാന്തിക്കളയുന്നത് പോലെ നമ്മുടെ ആദാമിനെ ഹവ്വയെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു, തോട്ടത്തിൽ നിന്ന് അവരെ വെളിയിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ്, തോട്ടത്തിനകത്തുള്ള നിലനിൽപ്പിനെ പിശാച് തകർത്ത് കളഞ്ഞു. ഈ ദിവസങ്ങൾ ദൈവസനയിലുള്ള നിലനിൽപ്പ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഹല്ലേലൂയ കാട്ടുപന്നികൾക്ക് ഇടം കൊടുക്കരുത്. തിരുവെടുത്ത് പഠിപ്പിക്കുന്ന ഹല്ലേലൂയ കാട്ടുപന്നി കയറി വന്ന നിന്റെ നിലനിൽപ്പിനെ തകർത്ത് കളയാം. ഹല്ലേലൂയ ശുശ്രൂഷയിൽ, ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ നിൽക്കാൻ കഴിയില്ല. അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ ആദാം ഹവ്വയെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. എന്താ കാരണം? ഹല്ലേലൂയ അവിടെ പിശാചിന് ഇടം കൊടുത്ത് കള്ളം പറഞ്ഞത് കൊണ്ട് അതിലൂടെ ഹല്ലേലൂയ കാട്ടുമൃഗങ്ങളിൽ കൗശലമേറിയ പാമ്പിലൂടെ സാത്താൻ ഒതുക്കി കളഞ്ഞ. തിരുവെടുത്തിലൂടെ പറയട്ടെ, അങ്ങനെ ആസാവ് പറയുന്നത് കണ്ടോ, കാട്ടുപന്നി അതിനെ മാന്തി കളഞ്ഞത് എന്താ? മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് കണ്ടോ, വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു. മൂന്നാമത്തെ വിഷയം അവിടെ ആസാവ് പറയുന്ന വേലി പൊളിഞ്ഞത് കൊണ്ടോ വയലിലെ മൃഗങ്ങൾ അതിനെ തിന്നു കളയുന്നു. വയല് കൊയ്ത്തിനെ കാണിക്കുന്ന, വയല് അനുഗ്രഹത്തെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. പക്ഷേ ആസാവ് പറയുന്ന ഒരു രഹസ്യമുണ്ടോ, വയലിനകത്തൊരു മൃഗം മറഞ്ഞു നിൽപ്പുണ്ടോ. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് കൊയ്ത്തും അനുഗ്രഹം നന്മയും എല്ലാം വിളിച്ചു പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ ആസാവ് പറയുന്നു, ഇവിടെ ഇതാ വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു. ഏതിനെ? ദൈവം നട്ടതിന്, ഫലപ്രദമായതിന്. ഹല്ലേലൂയ. പർവ്വതങ്ങൾ വരെ മൂടത്തക്കവണ്ണം കൊമ്പുകൾ വിടർത്തിയിരുന്ന ആ മുന്തിരിവള്ളിയെ ഇവിടെ ഇതാ വയലിൽ നിന്നുള്ള മൃഗം തിന്നുകളയുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അനന്യനും ജ്യേഷ്ഠനുമായ കായീനും ഹാബേലിനെ കാണാൻ കഴിയും. കായീനും ഹാബേലും ഹല്ലേലൂയ കായീൻ ആട്ടിടയനായിരുന്നു. കായീന് അദ്ദേഹം കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു. രണ്ടുപേരും കൂടി ദൈവത്തെ ആരാധിക്കാൻ പോയി. അനുജൻ്റെ യാഗത്തിലും അനുജനിലും ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കായീനിലും അവൻ്റെ യാഗത്തിലും അവന് പ്രസാദം വന്നില്ല. തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, അവൻ്റെ മുഖം വാടിപ്പോയി. ദൈവം അവനോട് ചോദിച്ചു, ഹല്ലേലൂയ കായീനെ നീ കോപിക്കുന്നത് എന്ത്? 4-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം. ഹല്ലേലൂയ നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ തിന്നുന്ന നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാവം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരംഭത്തിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞ ആ മോഹം വന്നപ്പോൾ തന്നെ അതിനെ കീഴടക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം ഹല്ലേലൂയ അവിടെ പതറിപ്പോയി. മനസ്സിലാക്കേണ്ട സത്യം ഇവിടെ ഹല്ലേലൂയ കായീന് ഹാബേലിനോ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ടായി. പക്ഷേ കായീൻ്റെ മുഖം വാടി. ദൈവം പറയുന്നത് നിന്റെ പാപമാണ് ഇതിന് കാരണം, പാപം കാരണമാണ്. നീ നന്മ ചെയ്തുവെങ്കിൽ നിനക്ക് പ്രസാദം കിട്ടുമായിരുന്നു. അഥവാ കായീൻ നന്മ ചെയ്തില്ല, അവൻ്റെ പ്രവൃത്തികളെല്ലാം ദോഷകരമായിരുന്നു. അതുകൊണ്ട് പ്രസാദം കിട്ടിയില്ല. ദൈവമക്കളെ, നാം നല്ലത് പ്രവർത്തിച്ചില്ലെങ്കിൽ ആരാധന കൊണ്ടോ പ്രാർത്ഥനയുണ്ടോ ഒരു പ്രയോജനമില്ല. ആദ്യം ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ തയ്യാറാക്കണം. നല്ല പ്രവൃത്തികൾ, നല്ല സ്വഭാവങ്ങൾ. തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് കണ്ടോ, ഹല്ലേലൂയ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു.
ലലിയ ചേട്ടൻ വിളിച്ചാൽ വളരെ സന്തോഷത്തോടെ പോവുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ ജ്യേഷ്ഠൻ്റെ വയലിലേക്ക് പോകുന്നു. അവർ ലലിയ വയലിലിരിക്കുമ്പോൾ കായൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ലലിയ അനുജനെയും കൂട്ടി ജ്യേഷ്ഠൻ വയലിലേക്ക് പോയി. വയല് ദൈവസഭയെ കാണിക്കുന്നു, വയല് നന്മകളെ കാണിക്കുന്നു, ലലിയ ഉയർച്ചകളെ കാണിക്കുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നു, അനുജനെയും കൂട്ടി ജ്യേഷ്ഠൻ വയലിലേക്ക് പോയി. പെട്ടെന്ന് അവിടെ വെച്ച് കയർത്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിൽ പല സഭയ്ക്കകത്തും ചില കയർപ്പുകൾ, അല്ലെങ്കിൽ കയർത്ത്, കോപം, ശാഠ്യങ്ങൾ, അല്ലെങ്കിൽ ദ്വന്ദ്പക്ഷങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. ദിവസങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നല്ലത് പ്രവർത്തിക്കുന്നവർക്ക് ദൈവപ്രസാദം ലഭിക്കും. നല്ല പ്രവൃത്തികൾ സ്വഭാവം ഇല്ലാത്തവർക്ക് ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ദൈവപ്രസാദം കിട്ടുന്നില്ല. അതുകൊണ്ട് ലലിയ അവരുടെ അകത്തിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്ന കോപം വെളിപ്പെട്ടു വരും. ആസാബ് പറഞ്ഞു, വയലിൽ നിന്ന് മൃഗം കയറി വന്നെന്ന്. ലലിയ ഇവിടെ ഹാബേല് കായിൻ്റെ കൂടെ പോകുമ്പോൾ അവരായിരുന്ന ആ വയലിൽ വേറൊരു മൃഗമില്ല. അവിടെ ഒരു അനർത്ഥം വരാൻ സാധ്യതയില്ല. പക്ഷേ ലലിയ അനുജൻ അറിഞ്ഞില്ല ജ്യേഷ്ഠനാണ് മൃഗമാണ്. ജ്യേഷ്ഠൻ മൃഗമാകുമെന്ന് അറിഞ്ഞില്ല. ലലിയ പെട്ടെന്ന് ആ ചേട്ടൻ കോപിച്ചു അനുജനെ കൊന്നുകളഞ്ഞു. ദൈവനാമത്തിൽ പറയട്ടെ, പല വയലിനകത്തും ലലിയ ആത്മീയ ജ്യേഷ്ഠന്മാരെന്ന് പറയുന്നവര് അനുജന്മാരെ കൊന്നുകളയുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ലലിയ ശ്രദ്ധിക്കണമേ, വയലിൽ ചില മൃഗങ്ങൾ പതിയിരിപ്പുണ്ട്. വയലിൽ പതിയിരിക്കുന്ന മൃഗങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. ആസാവ് അദ്ദേഹം ആത്മാവിൽ മനസ്സിലാക്കിയത് വയലിൽ നിന്ന് കയറി വരുന്ന മൃഗം അതിനെ കൊന്നുകളഞ്ഞെന്ന, അഥവാ ലലിയ ആ മുന്തിരിവള്ളിയെ തിന്നുകളഞ്ഞു. ലേലുയ. ഈ ദിവസങ്ങളിൽ വയലിൽ മറഞ്ഞിരിക്കുന്ന ചില മൃഗത്തിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. വയലിൽ പതിയിരിക്കുന്ന ചില മൃഗങ്ങൾ ലേലുയ വിട്ടുകളയാതെ ഞാനെന്നുള്ള ഭാവം അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആരാധനയിൽ നിനക്ക് ചില അനുഗ്രഹം ഉണ്ടെന്ന് കണ്ടിട്ട്, നിനക്ക് ചില ശുശ്രൂഷകൾ ഉണ്ടെന്ന് കണ്ടിട്ട്, നിനക്കൊരു നന്മയുണ്ടെന്ന് കണ്ടിട്ട് നിന്റെ മേലെ അസൂയയോടെ വെച്ച് നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചില തലങ്ങളുണ്ട്. ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലമായിരിക്കാം നിന്റെ വയല, അല്ലെങ്കിൽ ഒരു പക്ഷെ നിന്റെ വീടായിരിക്കാം നിന്റെ വയല, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ സഭയായിരിക്കാം, ശുശ്രൂഷ മേഖലയിലായിരിക്കാം. ഏത് സന്ദർഭത്തിലോ ശ്രദ്ധിക്കണമേ, ചില മൃഗങ്ങൾ പതിയിരിപ്പുണ്ട് നിന്നെ തിന്നുകളയുന്ന, ദൈവപ്രസാദം ലഭിച്ചവരെ കൊന്നുകളയുന്ന. ഇവിടെ അല്ലെങ്കിൽ ദൈവം നട്ടതിനെ തിന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ തിരുവെടുത്തിലൂടെ പറയട്ടെ, ആസാബ് പറയുന്ന ഭാഗം കണ്ടു. വഴി പോകുന്നവർ ഒക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുവന്ന് അതിനെ കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്ന് കളയുന്നു. ദൈവനാമത്തിൽ പറയട്ടെ, ദൈവഭക്തനായ ദാവീദിനെ കുറിച്ച് ഒരു വാക്കുകൂടി എടുത്തു പറയട്ടെ. അദ്ദേഹം 2 ഘട്ടങ്ങളെ ജയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞ ലലിയ വഴിപോക്ക് നമ്മൾ പറഞ്ഞല്ലോ, അത് പാപത്തിൻ്റെ ശക്തി, അതിൽ പെട്ടുപോയി. പക്ഷേ കാട്ടുപന്നി മന്തിക്കളയാൻ വിട്ടുകൊടുത്തില്ല. അവിടെ എന്ന് പറഞ്ഞ പിന്മാറ്റത്തിൻ്റെ തലങ്ങൾ മാത്രമല്ല, ലലിയ ഫെലിസ്തീയ സൈന്യം അവനെ തകർക്കാൻ അനുവദിച്ചില്ല. ഒന്നുകൂടി അല്പം കൂടി പറഞ്ഞ, കാട്ടിൽ വെച്ച് വലിയൊരു മൃഗയുദ്ധം നടത്തിയവനാണ് നമ്മുടെ ദാവീദ്. കാട്ടിൽ വെച്ച് ഒരിക്കൽ കരടിയും ഒരിക്കൽ സിംഹവും കടന്നു വന്നു, അതിനെ ജയിച്ചവനാണ്. പക്ഷേ ഒരു വഴി യാത്രികൻ വന്ന് അവൻ്റെ ജീവിതത്തെ തകർത്തു തീർന്നു. കാട്ടിൽ നിന്ന് വന്ന മൃഗത്തെ അവൻ ജയിച്ചു, പക്ഷേ വഴിപോക്കൻ അവനെ തകർത്തു. ഇവിടെ പറയും രണ്ടാമത് വയലിൽ നിന്ന് കയറി വന്ന മൃഗം. വയലിൽ നിന്ന് കയറി വരുന്നത് നേരത്തെ പറഞ്ഞില്ല, അത് സഭയും കുറിക്കുന്നതാണ്. ലലിയ എന്ന് പറഞ്ഞ തൻ്റെ അമ്മായി അപ്പം തന്നെ അഭിഷത്തന ലലിയ ആത്മീയനായിട്ട് നിൽക്കുന്നവ, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചവനാ. അവനെതിരെ വന്നപ്പോൾ അവിടെ എല്ലാം ദാവീദ് ഒഴിഞ്ഞു മാറിപ്പോയി. എത്രയോ സ്റ്റെപ്പ്. ദാവീദിനെ പോലെ തൻ്റെ അമ്മായിയപ്പനെ കൊന്നുകളയാമായിരുന്നു, പക്ഷേ അവൻ അതിന് തയ്യാറായില്ല. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, ഒഴിഞ്ഞു മാറിപ്പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, സഭയ്ക്കകത്ത് ചില വിഷയങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഏറ്റവും നല്ലതാണ്. ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ലിലിയ വന്ന പ്രതികൂലത്തെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയതാണ്. 2 കാട്ടിനകത്തുനിന്ന് വന്ന വന്യമൃഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ ലിലിയ ഒരു വഴിപോക്കൻ ശക്തി വന്നപ്പോൾ
അവൻ പെട്ടുപോയി. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നാമും തകർന്നു പോകാതിരിക്കാൻ ദൈവത്തെ ഭയപ്പെടുക. ഇവിടെ ആസാബ് പറയുന്ന ഭാഗമാണ്, ദൈവമേ ഹല്ലേലൂയ, ആ വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ച് കളഞ്ഞതെന്ത്. അവൻ സങ്കടത്തോടെ ദൈവത്തോട് ചോദിക്കുന്നത്, ഈ ദിവസങ്ങൾ നമ്മുടെ വേലി പൊളിയപ്പെട്ടതാണോ? നമ്മുടെ ഫലം നഷ്ടപ്പെട്ടു പോയോ? ഹല്ലേലൂയ, നമ്മുടെ നിലനിൽപ്പ് പോയോ? ദൈവസനയിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, നീതിമാൻ അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അടിസ്ഥാനത്തെ കുത്തിമറിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? ദിവസങ്ങൾ അല്ലെങ്കിൽ 3 വിധത്തിലെ ശക്തികൾ കയറി വരും. ചില വഴിയിൽ നിന്ന് കയറി വരുന്ന പ്രതികൂലങ്ങൾ, വഴിപോക്കന്മാരാകുന്ന ചില പാപശക്തികൾ, ചില ഹല്ലേലൂയ കാട്ടിലെ മൃഗത്തിൻ്റെ ശക്തികൾ, ഹല്ലേലൂയ ചില ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയുന്ന വയലിൽ നിന്ന് കയറി വരുന്ന ഇതിലെ 3 നാം ജയിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകാൻ കഴിയും. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ, മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് നീ അവയെ നട്ടു. അതേ കർത്താവേ, പലതിനെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം ഞങ്ങളെ നട്ടതാണ്, ദൈവം ഞങ്ങളെ ഉറപ്പിച്ചതാണ്. ഞങ്ങൾ വേരൂന്നിയവരാ, ഫലം കായ്ച്ചവരാ, കൊമ്പുകൾ, ശിഖരങ്ങൾ, ചില്ലുകളെല്ലാം വിടർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വേലി പൊളിഞ്ഞ അനുഭവങ്ങളാണ് കർത്താവ്. ചില കാട്ടുമുന്തിരിങ്ങളെ കായ്ച്ചത്, ദൈവത്തെ മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന ആ രസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, ചില കാട്ടുപന്നികൾ വന്ന് മാന്തിക്കളഞ്ഞ അനുഭവങ്ങൾ, ഹല്ലേലൂയ വയലിൽ നിന്ന് കയറി വന്ന മൃഗം തിന്നുകളയുന്നപ്പാ. അപ്പാ ഹല്ലേലൂയ, ഇത് 3 ഘട്ടങ്ങളിൽ ഹല്ലേലൂയ വചനം കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, വഴിപോക്കൽ പാപത്താൽ ഒതുക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം വിടിപ്പിക്കണമേ. ഹല്ലേലൂയ, പന്നി ഹല്ലേലൂയ തിന്നുകളയുന്ന കുത്തിമറിക്കുന്നെങ്കിൽ, ചില പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ, ചില അശുദ്ധികൾ കയറി വ്യാപരിക്കുന്നെങ്കിൽ അതിൽ മടങ്ങി വരാൻ ദൈവം കൃപ കൊടുക്കും. വയലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ ഹല്ലേലൂയ കണ്ടറിഞ്ഞ ദൈവസനയിൽ ഒഴിഞ്ഞു മാറിപ്പോകേണ്ട മേഖല ഒഴിഞ്ഞു മാറിപ്പോകാൻ ദൈവം സഹായിക്കണം. ഈ തിരുവഴുതനത്താൽ ഹല്ലേലൂയ ഏവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.